എല്ലാവർക്കും നമസ്കാരം. പാലക്കാട് ജില്ലയ്ക്കകത്ത് ഒരു സുന്ദരമായ ഒരു ഗ്രാമം, ഒരു അഗ്രഹാരത്തിൻ്റെ ആംബിയൻസോട്. അഗ്രഹാര കോളനിയാണ്. ഒരു ആൽമരമുണ്ട്, ഒരു ആൽത്തറയുണ്ട്. അവിടെ രണ്ട് കുട്ടികളിരിക്കുന്നു, സംസാരിക്കുന്നു. ഒരു 18-19 വയസ്സ് പ്രായം വരും. അതിലൊരു പയ്യൻ ഭയങ്കര ഡള്ളായിട്ടിരിക്കുന്നു. അപ്പോൾ മറ്റേ പയ്യൻ ചോദിക്കുന്നു, നിനക്ക് എന്താണ് അത്ര വലിയ പ്രയാസം? കാലത്തൊട്ട് ഞാൻ കാണുന്നുണ്ടോ ചോദിക്കും. അപ്പം പറയാം, അതല്ല, എത്രയോ പെൺകുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷേ ഈ കുട്ടി എൻ്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ല എന്ന് പറയും. ആദ്യമായിട്ട് കണ്ട ഒരു സ്ഥലം എവിടെയാണോ അവിടെ നിന്ന് ആ കുട്ടി പിന്നെ കാണാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല. പക്ഷെ നോക്കിയപ്പോൾ എൻ്റെ ഗ്രാമത്തിലും ഇവിടെ നമ്മുടെ സ്ഥലത്തും വന്നിരിക്കുന്നത്. അപ്പോൾ എന്തൊരു നിമിത്തമാണ്. അപ്പോൾ ആ കുട്ടി എനിക്ക് വേണ്ടി ഈശ്വരൻ പറഞ്ഞിട്ടുള്ളതാണ് എന്നാണ് ആ പയ്യൻ പറഞ്ഞു. അപ്പോൾ മറ്റേവൻ പറഞ്ഞു, ഒക്കെ ശരി തന്നെ, നമുക്ക് പ്രേമിക്കാം, ആഗ്രഹിക്കാം, ഒരറ്റം വരെ നമുക്ക് സ്വപ്നം കാണാം, പക്ഷെ അത് നടന്നു കാണാനായിട്ട് ഒരുപാട് പണിയെടുക്കേണ്ടി വരും മോനെ എന്നുള്ള രീതിയിൽ അവൻ മറുപടി പറയും. ആ കുട്ടി ബോംബെയിൽ നിന്ന് വെക്കേഷൻ വന്ന് ഇവിടെ വന്ന് പഠിക്കാൻ വന്നതാണ്. വെക്കേഷൻ ഇവിടെ വന്നതാണ്. സോ അത് കഴിഞ്ഞ് തിരിച്ച് ആ കുട്ടി ബോംബെക്ക് തന്നെ പോകും. അപ്പം എന്ത് ചെയ്യും എന്ന് ചോദിച്ചപ്പം പറഞ്ഞു, അല്ല, അങ്ങനെയാണെങ്കിൽ ഞാൻ ബോംബെക്ക് പോകും. അപ്പോൾ ആ പയ്യൻ ഇറങ്ങി വന്ന് പറഞ്ഞു, ബോംബെക്ക് ബോംബെ, കാശ്മീർ, പ്രേമം സക്സസ് ആവണമെങ്കിൽ എവിടെ വേണമെങ്കിലും പോകണം എന്ന രീതിയിൽ അവൻ മറുപടി പറയും. സോ ഇന്ന് പ്രണയദിനം, വാലന്റൈൻസ് ഡേ, 14 ഫെബ്രുവരി. ഞാനീ പറഞ്ഞത് എൻ്റെ സിനിമയിലെ 14 ഫെബ്രുവരി എന്ന സിനിമയിൽ ഒരു ചെറിയ രംഗമാണ്. അത് ഇന്ന് പറയാനുള്ള കാരണം, ഞാൻ നേരത്തെ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. നമ്മുടെ ഈ സിനിമ, ഞങ്ങളുടെ ഈ കൊച്ചു സിനിമ 22 ഈ മാസം ഫെബ്രുവരിയിൽ ആമസോൺ പ്ലാറ്റ്ഫോമിൽ ലോഞ്ച് ആവും. റെൻറ്റിലാണ് മൂവി കിട്ടിയിരിക്കുന്നത്. സോ ബട്ട് ഞങ്ങൾ ഹാപ്പിയാണ്, കാരണം അതുപോലൊരു ചാനൽ നമുക്കത് ഞങ്ങളെപ്പോലുള്ള കൊച്ചു പടം, ഞങ്ങളുടെ കൊച്ചു സിനിമ വരിക എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വലിയ കാര്യം തന്നെയാണ്. റെൻറ്റ് എടുത്തിട്ടത് സിനിമ കാണുന്ന റെൻറ്റൽ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് അറിയാവുന്നവർക്ക് അറിയാൻ പറ്റും. ഫോണിൽ ചെയ്യുന്നവർക്ക് ഈസിയാണ്. ഫോണിൽ തന്നെ ആപ്പ് ഉണ്ട്, അതിൽ തന്നെ റെൻറ്റ് പൈസ കൊടുത്തിട്ട് GPay വഴി ചെയ്യാൻ പറ്റും, UPI വഴി. അതല്ലാന്നുണ്ടെങ്കിൽ TV യിലാണെന്നുണ്ടെങ്കിൽ പോലും മൊബൈലിൽ ലോഗിൻ ചെയ്ത് അതിനകത്ത് റെൻറ്റ് കാണും. റെൻറ്റ് ക്ലിക്ക് ചെയ്ത് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് TV യിൽ ഇത് ഓപ്പൺ ആവും. അപ്പടം അങ്ങനെയാണ്. ഒരുപാട് ചിത്രങ്ങൾ വരുന്നതുകൊണ്ട് 14 ഫെബ്രുവരി ഒന്ന് സെർച്ച് ചെയ്യണം. പിന്നെ ഞങ്ങളുടെ ഈ ചിത്രം ഇവിടെ വരെ എത്തിക്കുക എന്ന് പറയുന്നത് എൻ്റെ പുറകിൽ വല്ലാത്ത വേദനാജനകമായ ഒരുപാട് സംഭവങ്ങളുണ്ടായിട്ടുണ്ട്. കാരണം കുറേ സിനിമ കഴിഞ്ഞ ഉടനെ തന്നെ സിനിമയ്ക്ക് ഈ പറയുന്ന പോലെ 4-5 സുഹൃത്തുക്കൾ ചേർന്ന് തുടങ്ങിയ ഒരു സിനിമ, ഇത്ര നിശ്ചിത ബഡ്ജറ്റിൽ ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിച്ച് തുടങ്ങിയ ഒരു സിനിമ, കുറച്ച് കഴിഞ്ഞപ്പോൾ സിനിമ പ്രതിസന്ധിയിലായി, ഒരിക്കലും മുന്നോട്ട് പോവില്ല എന്നുള്ളൊരവസ്ഥയിലെത്തി. വലിയ പ്രൊഡ്യൂസേഴ്സ്, വലിയ ഡയറക്ടേഴ്സ്, വലിയ ടീം, വലിയ ക്രൂ, അങ്ങനെ വലിയൊരു മൂവി ചെയ്യുന്ന അവർക്ക് പോലും പലതരത്തിലും പലതവണയും ഇതുപോലുള്ള പല പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ടാകും. അവർക്കേ വന്നിട്ടുണ്ട്. ഈ പറയുന്ന ടെക്നിക്കൽ ഇഷ്യൂസ്, പ്രൊഡ്യൂസേഴ്സ്, ക്യാമറാമാൻ, ആർട്ടിസ്റ്റ്, ഡയറക്ടേഴ്സ്, അങ്ങനെ പല പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഹെൽത്ത് ഇഷ്യൂസ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ട് നിന്നുപോയിട്ടുള്ള ഒരുപാട് സിനിമകളുണ്ട്. പിന്നീട് ഷെഡ്യൂൾ ഇത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഒരു ചെറിയ ടീം, ഒരു ചെറിയ ഗ്രൂപ്പ് ചെയ്യുന്നു അതുള്ള സിനിമ ഇടയിൽ വെച്ച് നിന്നു എന്ന് പറഞ്ഞാൽ അതിന് വലിയ അത്ഭുതപ്പെടാനൊന്നുമില്ല. എങ്കിലും ഞങ്ങൾക്കത് പ്രയാസം തന്നെയായിരുന്നു, നിൽക്കും എന്നൊരവസ്ഥയിൽ എത്തിയിരുന്നു. കാരണം വിചാരിച്ച പോലെ അല്ല കാര്യങ്ങൾ. അപ്പോൾ വൺ ഓഫ് ദി എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ എന്ന രീതിയിൽ ട്രൈപ്പാൽ ആദ്യം ഉണ്ടായിരുന്നത്, ട്രൈപ്പാൽ ഇൻ്റർനാഷണൽ എന്നൊരു കമ്പനി. സോ അവരാണ് പിന്നീട് നമ്മുടെ സിനിമയെ ബാക്കിയുള്ള കംപ്ലീറ്റ് നമ്മുടെ നെസസിറ്റീസ് എല്ലാം തീർത്ത് സിനിമ കംപ്ലീറ്റ് ചെയ്ത് തരികയും തിയേറ്ററിലെത്തിക്കുകയും വിത്ത് പ്രൊമോഷൻ ചെയ്യാൻ സഹായിക്കുകയും ചെയ്തത്. സോ ഇതിനകത്ത് ഈ സിനിമയുടെ ഓരോരുത്തരുടെയും പങ്ക്, ഞാൻ ഉൾപ്പെടെ, ട്രൈപ്പാൽ ഉൾപ്പെടെ, എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസേഴ്സ് ഉൾപ്പെടെ, ആർട്ടിസ്റ്റ്, ക്രൂ, സോ എല്ലാവരുടെയും പങ്ക് വളരെ ഇമ്പോർട്ടൻ്റ് തന്നെ. അപ്പോൾ സിനിമ ഞങ്ങൾ കുറച്ച് പേര് തുടങ്ങി, അത് നിന്നു, ബാക്കി അങ്ങോട്ട് ട്രൈപ്പാൽ അങ്ങോട്ട് ഏറ്റെടുത്തു. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് 2023 പടം റിലീസ് ചെയ്ത ശേഷം OTT എന്ന് പറയുന്ന ഒരു ബിസിനസ്സും OTTയുടെ ഒരു കൾച്ചറും അവരുടെ ഒരു സെറ്റപ്പും അവരുടെ ഒരു പാറ്റേണും ഒന്നും നമുക്ക് അറിയില്ലായിരുന്നു. പലരും കൂടെ നിന്ന് പല വ്യക്തികളും പേഴ്സണലായിട്ട് ചില ആവശ്യങ്ങൾ കൊണ്ട് പോയി, ചിലർ വർക്കിൽ ബിസി ആയിട്ട് പോയി, ചിലർ പർപ്പസായിട്ട് പോയി. സോ അക്ഷരാർത്ഥത്തിൽ വിരലെണ്ണാവുന്ന 3-4 സുഹൃത്തുക്കൾ മാത്രമേ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. അവർക്ക് ടെക്നിക്കലി എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലെങ്കിലും ഒരു മോട്ടിവേഷൻ എന്ന രീതിയിൽ, സപ്പോർട്ട് എന്ന രീതിയിൽ ഒപ്പം ഉണ്ടായിരുന്നു. പ്ലസ് നമ്മുടെ പ്രൊഡ്യൂസർ, മെയിൻ പ്രൊഡക്ഷൻ ടീം ട്രൈപ്പാലും കൂടെ ഉണ്ടായിരുന്നു. അവരുടെ ഒരു പേഷ്യൻസ് ലെവലും മോട്ടിവേഷനൊക്കെയാണ് നമുക്ക് ഇത്രയിടം വരെ കാര്യങ്ങൾ എത്തിക്കാൻ സാധിച്ചത്. OTT വിചാരിച്ച പോലെ അല്ല എന്ന് മനസ്സിലാക്കി, നഗ്നസത്യം മനസ്സിലാക്കി അതിൻ്റെ പുറകിൽ സഞ്ചരിക്കുകയും, പിന്നെ ഞങ്ങളെപ്പോലുള്ള ചെറിയ ക്രൂ, ഡയറക്ടർ പുതിയ ആൾ, പ്രൊഡ്യൂസർ പുതിയ വ്യക്തികൾ, ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് ചില ആർട്ടിസ്റ്റുകൾ വെച്ച് ബാക്കി എല്ലാവരും പുതിയ ആൾക്കാർ. സോ ഇങ്ങനെയൊരു സിനിമ മത്സരിച്ച് കയറി വരിക എന്നുള്ളത് അത്ര ഈസിയായ കാര്യമല്ല.
പിന്നെ ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങളെപ്പോലുള്ള ക്രൂ ഒരു പുതിയ ടീം എടുത്തിട്ട് ഒരു പടം ചെയ്ത് അത് ഫുൾ ഷൂട്ടിംഗ് കംപ്ലീറ്റ് ചെയ്ത് അതിനുശേഷം അത് തിയേറ്ററിൽ എത്തിക്കുകയും വിത്ത് പ്രൊമോഷൻ, ചില പടങ്ങളിൽ പ്രൊമോഷൻസ് പോലും ചെയ്യാറ് ഞങ്ങൾ അത്യാവശ്യം നന്നായി തന്നെ പ്രൊമോഷൻ ചെയ്യും, തിയേറ്ററിൽ എത്തിക്കുകയും അത്യാവശ്യം ക്രൗഡ് കയറുകയും ചെയ്തൊരു സിനിമ എന്ന് പറയുന്നത് ഒരു സിനിമ ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം ഒരു അനുഭവം തന്നെയാണ്. അതിൽ യാതൊരു സംശയമില്ല, അറിയാവുന്നവർക്കറിയാം. പക്ഷേ യെസ്, കൂടുതൽ ബാക്കി അതിൻ്റെ കണ്ടിന്യൂഷൻ എന്ന് പറയുന്നത് ഓൺലൈൻ എന്നല്ല, ഓൺലൈൻ എന്താ വേണമെങ്കിൽ പറയാം. അപ്പോൾ അതിനകത്തുള്ള പ്ലാറ്റ്ഫോമാണ് OTTയും യൂട്യൂബും എല്ലാം. അത് ഞങ്ങൾക്കൊരു വല്ലാത്തൊരു ബാലികറ മല തന്നെയായിരുന്നു. കാരണം അവിടെ എത്തിപ്പെടാനുള്ള ഈ 2023 തൊട്ട് 2025 ഒരു ഒറ്റയാൾ പട്ടാളം എന്ന് പറയുന്ന ഒരു ഒറ്റ വ്യക്തി എന്ന രീതിയിൽ എൻ്റെ പുറകിൽ സപ്പോർട്ടിന് ആളുണ്ടെങ്കിലും ഞാൻ സഞ്ചരിച്ച് അതിവിടെ വരെ എത്തിച്ചതിൽ എനിക്കൊരുപാട് അതിന് കാരണക്കാരെ ഒരുപാട് നന്ദിയുണ്ട്. ഇതിനകത്ത് നമുക്ക് ഈ സിനിമയ്ക്കകത്ത് നല്ല 4 പാട്ടുകളുണ്ട്. ഞാൻ അതൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് നേരത്തെ. ദാസേട്ടൻ, ചിത്ര ചേച്ചി, ഞാൻ, അതുപോലെ മാതംഗ ജിത്കുമാർ, ഡോക്ടർ നന്ദകുമാർ, SPB സാറുടെ മകൻ ശരൺ എല്ലാവരും പാടിയിട്ടുണ്ട്. അതുപോലെ തന്നെ രാജീവ് നായർ പല്ലശ്ശേന എഴുതിയിട്ടുണ്ട്. ലിയോൺ സൈമൺ, ചിത്ര ചേച്ചിയുടെ പാട്ട് ലിയോൺ എഴുതിയിട്ടുണ്ട്. SP ശരൺ മോൻ പാടിയത് നമ്മുടെ രാജീവ് നായർ പല്ലശ്ശേന എഴുതി. പിന്നെ അതുപോലെ തന്നെ ഡോക്ടർ നന്ദകുമാർ പാടിയത്, ദാസേട്ടൻ പാടിയത് എല്ലാം ശ്രീകുമാർ ബാലകൃഷ്ണൻ എഴുതി. സോ ഇതെല്ലാം എല്ലാം ഫ്രണ്ട്സ് തന്നെയാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും ചേർന്നിട്ടുള്ളൊരു സിനിമ ഇന്ന് OTTയിൽ വരിക എന്ന് പറയുന്നത് ഞങ്ങൾക്കൊരു ആഘോഷം തന്നെയാണ്. അതിൻ്റെ വിജയം നിങ്ങളുടെ കയ്യിലാണുള്ളത്. തീർച്ചയായിട്ടും ഒരു വലിയ സിനിമയാണ്, വലിയ സംഭവമാണ്, ഞങ്ങൾ വലിയ സെറ്റപ്പാണെന്ന് അന്നും ഇന്നും ഒരിക്കലും ഞങ്ങൾ ഡിമാൻഡ് ചെയ്തിട്ടില്ല. ഇനിയും ഒരുപാട് സിനിമകൾ മനസ്സിലുണ്ട്. ഈ ഒരൊറ്റ സിനിമയുടെ എക്സ്പീരിയൻസിൽ 4-5 സിനിമകളുടെ സ്കോപ്പും സ്ക്രിപ്റ്റും സ്റ്റോറിയും കയ്യിലുണ്ട്. സോ ഇതിൻ്റെ വിജയത്തിലൂടെ മാത്രമേ നമുക്കതെല്ലാം സാധ്യമാവുമെന്ന് വിശ്വസിക്കുന്നു. ഈ സിനിമ OTTയിൽ കണ്ട് എല്ലാ സുഹൃത്തുക്കളും അവർക്ക് വേണ്ടപ്പെട്ടവരെല്ലാവരോടും പറഞ്ഞ് ഈ സിനിമയെ മോട്ടിവേറ്റ് ചെയ്ത്, അതുപോലെ ഞങ്ങളെ മോട്ടിവേറ്റ് ചെയ്ത് സിനിമ കണ്ട് വിജയിപ്പിക്കണമെന്ന് ഒരുപാട് സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു.